ഹായ് കൂട്ടുകാരെ, കർക്കിടക മാസമാണല്ലോ. ഈ കർക്കിടകത്തിലാണല്ലോ നമ്മൾ പത്തിലത്തോരൻ ഉണ്ടാക്കി കഴിക്കാറ്. അത് നമ്മുടെ ശരീരത്തിന് എത്രയോ നല്ലതാ. ഇനി പത്തിലത്തോരൻ ഉണ്ടാക്കാൻ പലതരം പത്തില കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഇല പറിച്ചിട്ടുണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വയലറ്റ് ചീരച്ചേമ്പ. പൊന്നാങ്കണ്ണി ഉണ്ടാക്കും, പച്ച ചീരച്ചേമ്പ് ഉണ്ടാക്കും, ചായ മനസ്സ് ഉണ്ടാക്കും. അങ്ങനെ പലതരം ചീര ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വയലറ്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തോട്ടത്തിൽ നിന്ന് കാന്താരിയും തന്നെ പറിച്ചു കൊണ്ട് വന്നു. എല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വിഷരഹിത പച്ചക്കറി നമുക്ക് കഴിക്കാമല്ലോ. അപ്പം തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് നന്നാക്കി നോക്കണം. അപ്പം മഴക്കാലമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ജീവികൾ ചുരുണ്ട് കിടക്കുന്നത്. അതെല്ലാം നോക്കി നന്നാക്കി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ തണ്ടും എടുക്കാം കേട്ടോ. മേലെ പാടങ്ങ് നീക്കി കളഞ്ഞാൽ മതി. എന്നിട്ട് മൺപാത്രത്തിൽ അടുപ്പത്ത് വെച്ചു. ഞാനെല്ലാം മൺപാത്രത്തിലാണ്. കാന്താരി ഇട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട്, കുറച്ച് മഞ്ഞളിട്ട്, മഞ്ഞൾ ഓപ്ഷണലാണ് ഇട്ടോളന്നില്ല. വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു, അടുപ്പത്ത് വെച്ചു, മൂടിയിട്ടു. അതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളിയിലാട്ടോ വറവിടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളി വറവിടുന്നതാണ്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾ എന്താന്ന് പറയണേ. പിന്നെ എണ്ണ ഒഴിച്ച് ചൂടായി വെളുത്തുള്ളി ഇട്ടു. ഒന്ന് ഗോൾഡൻ കളർ നന്നായി ഇളക്കി നല്ല സൂപ്പർ ചീരച്ചേമ്പ് റെഡി. നിങ്ങളെല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.